സർക്കാർ നടപടിയിൽ തൃപ്തരാകാതിരുന്ന പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ടി കേസ് ഇന്നും സഭയെ പ്രക്ഷുബ്ധമാക്കി. പ്രതിപക്ഷ നേതാവ് പ്രമേയം അവതരിപ്പിക്കാൻ തീരുമാനിച്ചതിന് മുൻപ് സർക്കാർ ഉത്തരവ് വരുന്നു. വല്ലാതെ സമ്മർദ്ദത്തിലാണോ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്? ചൊവ്വാഴ്ച സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായാണ് പ്രതിപക്ഷം വിഷയം കൊണ്ടുവന്നത്. പക്ഷേ അന്ന് അതിനുള്ള അനുമതി സ്പീക്കർ നൽകിയില്ല. സർക്കാർ പറയേണ്ട കാര്യം, അതായത് ഇങ്ങനൊരു നീക്കം സർക്കാർ നടത്തിയിട്ടുള്ള സ്പീക്കർ തന്നെ പറഞ്ഞുകൊണ്ട് ആ നീക്കം തടയുകയായിരുന്നു. വലിയ പ്രതിഷേധമെന്ന് പ്രതിപക്ഷം ഉന്നയിക്കുകയും സഭ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷനായാണ് വിഷയം സഭയിൽ വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു മറുപടി പറയേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഹാജരായിരുന്നില്ല. അദ്ദേഹം ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം ഇന്ന് സഭയിൽ എത്തിയിരുന്നില്ല. പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷാണ് മറുപടി പറഞ്ഞത്. അതിനു മുമ്പ് തന്നെ, അതായത് ഈ സബ്മിഷൻ സഭയിൽ വരുന്നതിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി ഓഫീസിൽ വാർത്താക്കുറിപ്പിറക്കി ഈ TP വധക്കേസ് പ്രതികളെ അനർഹമായി പട്ടികയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ശിക്ഷാ ഇളവ് നൽകാനുള്ള തടവുകാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് മുഖ്യമന്ത്രി ഓഫീസ് ഇറക്കി. അതായത് സഭയിൽ വിഷയം വരുമ്പോൾ അതിന്റെ കാഠിന്യം, അതിന്റെ വിമർശനത്തിന്റെ ആഘാതം കുറയ്ക്കുക ലക്ഷ്യപ്പെട്ട് സർക്കാർ നടത്തിയ നീക്കമാണത്. പക്ഷേ എങ്കിലും പ്രതിപക്ഷം അതിശക്തമായി തന്നെ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചു. സർക്കാർ ഈ പ്രതികൾക്ക് വേണ്ടി ഒത്തുകളിച്ചു എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. കേരളം ഏറ്റവും അധികം ദുഃഖിച്ച, ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു കേസിലെ കൊടും ക്രിമിനലുകളെ രക്ഷിക്കാൻ എന്തിന് സർക്കാർ നീക്കം നടത്തുന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. മന്ത്രി MP രാജേഷാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞത്. ഈ പ്രതികൾക്ക് നേരത്തെ 3 പേരായിരുന്നു വിട്ടേക്കാനുള്ള ശുപാർശയുള്ളെങ്കിൽ ഒരാൾ കൂടി ഉണ്ട് എന്ന വെളിപ്പെടുത്തലും പ്രതിപക്ഷം സഭയിൽ നടത്തി. ട്രൌസർ മനോജ് എന്ന മനോജിനെ കൂടി വിട്ടയക്കാൻ സർക്കാർ ആലോചിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് പ്രതിപക്ഷം നടത്തിയത്. അതിന് ആധാരം ഇന്നലെ KK രമയെ വിളിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മനോജിനെ വിട്ടയക്കുന്നതിൽ, അതായത് വാദികൾ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കളുടെ മൊഴി കൂടി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് തേടേണ്ടതുണ്ട്. അങ്ങനെ തേടുമ്പോൾ ആണ് ട്രൌസർ മനോജ് വിരിച്ചിൽപ്പെട്ടു എന്ന വിവരം അവർ അറിയുന്നത്. ആ കാര്യം കൂടി പ്രതിപക്ഷം വെളിപ്പെടുത്തി. ഏതായാലും സർക്കാരിന്റെ ഇപ്പോഴത്തെ വാദങ്ങൾ കഴമ്പില്ലാത്തതാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവാണ്. അത് സർക്കാർ അറിയാതെയാണോ ഇറങ്ങിയത്? സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി തടവുകാരെ വിട്ടയക്കാനുള്ള ശുപാർശയാണ് സർക്കാർ തേടിയതെന്ന് സർക്കാർ പറയുമ്പോഴും അത് വിശ്വസനീയമല്ല. TP കേസ് പ്രതികളെ വീണ്ടും സംരക്ഷിക്കുകയാണ് സർക്കാർ. ഇന്നലെ വൈകിട്ടും അതിനുള്ള ശ്രമം നടത്തിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ ആ ആരോപണങ്ങളെല്ലാം സർക്കാർ തള്ളിക്കളഞ്ഞു. ഒരു തരത്തിലും ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകില്ല. ശിക്ഷാ ഇളവിന് അർഹരായവരല്ല ഈ കേസിലെ പ്രതികൾ. ഹൈക്കോടതി വിധി കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് മന്ത്രി MP രാജേഷ് അക്കാര്യം സമർത്ഥിച്ചത്. ഒരു കാരണവശാലും ഈ പ്രതികളെ സർക്കാർ വിട്ടയക്കില്ല. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ കുടിലമായ രാഷ്ട്രീയ നീക്കമെന്ന് MP രാജേഷ് വിശേഷിപ്പിച്ചത്. ഏതായാലും പ്രതിപക്ഷം സർക്കാർ നടപടി തൃപ്തരല്ല. ഇനിയും ഇത്തരം നീക്കം നടക്കുമെന്ന സംശയം അവർക്കുണ്ട്. അതാണ് പ്രശ്നമായിരുന്നു. കാരണം ഇത്രയധികം നീക്കങ്ങൾ നടത്തിയിട്ടും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് മുകളിലേക്ക് പോയിട്ടും, ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് മുകളിലേക്ക് പോകുന്നു, ഇളവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയിക്കണം, ചില റിപ്പോർട്ടുകൾ തേടണമെന്ന രീതിയിൽ KK രമയെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, 4 ദിവസങ്ങൾക്ക് മുൻപ് KK രമയെ പോലീസ് മൊഴിയെടുക്കുന്നു. ഇന്നലെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു. തിരുവനന്തപുരത്തുള്ളപ്പോഴാണത്. ഇത്ര അധികം നടപടികൾ മുന്നോട്ട് പോയിട്ടും വീണ്ടും പ്രതിപക്ഷത്തിന്റെ കുടില നീക്കം എന്ന വ്യാഖ്യാനത്തിന് എന്തർത്ഥമെന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുമല്ലോ. മറ്റൊന്ന്, മുഖ്യമന്ത്രി തുടർച്ചയായ 2ാം ദിവസവും ഈ വിഷയം പരിഗണനയ്ക്ക് വന്നിട്ട് മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടാകുന്നില്ല. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളാണ് മുഖ്യമന്ത്രി. എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ സഭയിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന ചോദ്യത്തിനും സ്വാഭാവികമായും ഉത്തരം തരേണ്ടി വരും ഭരണപക്ഷം. തീർച്ചയായും പ്രതിപക്ഷ അക്കാര്യത്തിൽ ഇപ്പോൾ തന്നെ കടുത്ത വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി TP കേസിൽ ഉത്തരം പറയാൻ താല്പര്യമില്ലാതെ ഒളിച്ചോടുകയാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. KK രമയുടെ നോട്ടീസ് വരുമ്പോഴും ഉപക്ഷേപം വരുമ്പോഴും ആ രീതിയിൽ മുഖ്യമന്ത്രി മറുപടി പറയാതിരിക്കാൻ വേണ്ടിയാണ് സ്പീക്കർ പോലും. ഒരിക്കലും ഒരു സ്പീക്കർ സർക്കാരിന്റെ നിലപാടുകൾ പ്രഖ്യാപിക്കാനുള്ള ആളല്ല. ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയുള്ള വിഷയമാണ് അത്. അത്തരം നീക്കം നടന്നിട്ടില്ല എന്ന് പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ചുമതലപ്പെടുത്തിയ മറ്റേതെങ്കിലും മന്ത്രിമാരാണ്. അതിനു പകരം കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച സ്പീക്കർ തന്നെ അത്തരം നീക്കം നടത്താത്തതുകൊണ്ട് നോട്ടീസ് അനുവദിക്കാനാകില്ല എന്ന നിലപാടെടുക്കുകയായിരുന്നു. അവിടെയാണ് മുഖ്യമന്ത്രിക്ക് ഈ വിഷയം സംസാരിക്കാൻ, KK രമയുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയേണ്ട, പ്രത്യേകിച്ചും TP കേസിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള നീക്കം നടത്തിയെന്ന പ്രതിപക്ഷ ആരോപണത്തിന് ബലം വെക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകാൻ ഇരുന്നതാണെന്ന് നേരത്തെ തീരുമാനിച്ചതാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് സഭയിലെത്താത്തതും ഈ കാരണങ്ങളാലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരി ബലിയാടാക്കിയുള്ള നീക്കത്തെ പ്രതിപക്ഷം സംശയദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത്. കാരണം ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഇത്രയധികം കോളിളക്കമുണ്ടാക്കിയ, ഇത്രയധികം കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിലെ രാഷ്ട്രീയ ബന്ധം, CPM-ന് വലിയ ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട ഒരു കേസിലെ പ്രതികളെ ശിക്ഷ ഇളവ് നൽകാൻ
ഹൈക്കോടതി വിധി പോലും മറികടന്നുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ശിക്ഷ ഇളവ് നൽകാൻ ഒരു ഉദ്യോഗസ്ഥരും ധൈര്യം കാട്ടുമെന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നതിൽ അവിടെയാണ് CPM-ന്റെ നീക്കമെന്ന് ഈ ആരോപണം പ്രതിപക്ഷം ശക്തമാക്കാൻ കാരണം. ഏതായാലും TP കേസ് ഇന്ന് വീണ്ടും സഭയിൽ ഉന്നയിച്ചു. ഈ വിഷയത്തിൽ നടപടിയടക്കം സർക്കാർ വിശദീകരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. TP കേസ് സജീവമായി തന്നെ പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മറ്റു